പശ്ചിമേഷ്യയിൽ അമേരിക്കൻ നാവിക ആക്രമണത്തിന്റെ പ്രതീകമായിരുന്ന USS എബ്രഹാം ലിങ്കൺ ഒടുവിൽ പിൻവാങ്ങിയിരിക്കുന്നു. മാസങ്ങൾ നീണ്ടുനിന്ന ആഭ്യന്തര പ്രതിസന്ധികൾക്കും ഘടനാപരമായ പരാജയങ്ങൾക്കും ഒടുവിലാണ് ഈ മടക്കം. ഇറാനെതിരായ അമേരിക്കയുടെ ദീർഘകാല സൈനിക പ്രചാരണം എത്രത്തോളം ദുർബലമായിരുന്നുവെന്ന് ഇത് തുറന്നു കാട്ടുന്നു. USS ജോർജ് വാഷിംഗ്ടൺ എത്തിയതിനെ തുടർന്ന് 5000-ഓളം നാവികരുമായി കപ്പൽ സ്വന്തം നാട്ടിലേക്ക് യാത്ര തിരിച്ചതായി ന്യൂയോർക്ക് ടൈംസ് സ്ഥിരീകരിച്ചു. നാവികസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിന്യാസങ്ങളിലൊന്നാണ് അവസാനിച്ചത്. 9 മാസത്തിലധികം കടലിൽ ചെലവഴിച്ച കപ്പൽ ഇറാനെതിരായ ആക്രമണങ്ങളെ പിന്തുണച്ചിരുന്നു. എന്നാൽ ഈ ദീർഘകാല വിന്യാസം ജീവനക്കാരെ ശാരീരികമായും മാനസികമായും തളർത്തി. നാവികരുടെ ആത്മഹത്യാ ശ്രമങ്ങളും മാനസിക തകർച്ചയും സൈനിക പ്രസിദ്ധീകരണങ്ങൾ പുറത്തു കൊണ്ടുവന്നു. പൂപ്പൽ പിടിച്ച ഷവറുകൾ, ടോയ്ലറ്റുകളുടെ തകരാർ, ചൂടുവെള്ളത്തിന്റെ അഭാവം എന്നിവ കപ്പലിനുള്ളിലെ നരകതുല്യമായ അവസ്ഥ വ്യക്തമാക്കി. ഭക്ഷണത്തിന്റെയും ശുചിത്വ വസ്തുക്കളുടെയും ഗുരുതരമായ ദൗർബല്യവും കപ്പലിൽ അനുഭവപ്പെട്ടു. സോപ്പും ടൂത്ത്പേസ്റ്റും പോലും ഇല്ലാതായതോടെ ജീവനക്കാർ കടുത്ത ഭക്ഷണ നിയന്ത്രണങ്ങൾ നേരിട്ടു. ഇറാനിയൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ബഹ്റൈനിലെ അമേരിക്കൻ സൗകര്യങ്ങൾക്ക് വരുത്തിയ കേടുപാടുകളാണ് വിതരണ ശൃംഖല തകർക്കാൻ കാരണം. വിദൂര താവളങ്ങളെ മാത്രം ആശ്രയിക്കാൻ നിർബന്ധിതരായതോടെ പുതിയ ഭക്ഷണ വസ്തുക്കൾ പോലും എത്തിക്കാനാകാതെ സേന സ്തംഭിച്ചുപോയി. ഈ പ്രതിസന്ധികൾ ഭരണകൂടം തള്ളിക്കളയാൻ ശ്രമിച്ചെങ്കിലും അമേരിക്കയുടെ പരാജയപ്പെട്ട സാഹസികതയുടെ മുഖം പുറത്തുവന്നു. മറ്റൊരു കപ്പൽ എത്തുമ്പോഴും എബ്രഹാം ലിങ്കന്റെ പിൻവലിക്കൽ വലിയ തന്ത്രപരമായ തിരിച്ചടിയാണ്. ഇറാന്റെ കരുത്തുറ്റ പ്രതിരോധത്തിന് മുന്നിൽ അമേരിക്കൻ സൈന്യം അടിയറവ് പറയുന്ന കാഴ്ചയാണ് ഇത് നൽകുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തുന്ന ഏത് കടന്നുകയറ്റവും കനത്ത തിരിച്ചടിയെ നേരിടേണ്ടി വരുമെന്ന ശക്തമായ സന്ദേശമാണ് ഈ പിൻവാങ്ങൽ നൽകുന്നത്.